ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 ജൂലൈ മാസ ഫലം. അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന 2.25 നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാജ്യാധിപനും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനുമായ വ്യാഴം ഈ മാസം ദുർബുദ്ധി സ്ഥാനത്താണ് നിൽക്കുന്നത്. എങ്കിലും ഭാഗ്യാധിപനായിരിക്കുന്ന ഗ്രഹങ്ങളുടെ അനുഗ്രഹവും ഒക്കെ വളരെയധികം പ്രയോജനങ്ങൾ ചെയ്യും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത് വളരെയധികം ശ്രദ്ധയും ആലോചനയും അതുപോലെ മുതിർന്നവരുടെ നിർദ്ദേശം, ഗുരുക്കന്മാരുടെ നിർദ്ദേശവും മാതാപിതാക്കളുടെ നിർദ്ദേശവുമൊക്കെ സ്വീകരിക്കുന്നത് പിന്നീട് വരാവുന്ന ചില ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. അതായത് ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായ രീതിയിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകത്തക്ക രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാവുകയോ അത് പിന്നീട് വലിയ കോലാഹലവുമൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാകുവാൻ ഈ മാസം സൂചനയുണ്ട്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ല സമയമാണ്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉണ്ട്. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ വിട്ടുനിൽക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. അത് ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എങ്കിലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ആരംഭിക്കുന്ന പ്രശ്നങ്ങൾ അത് പോലീസ് സ്റ്റേഷൻ വരാന്തയിലും കോടതി വരാന്തയിലും വരെ എത്താതിരിക്കുവാൻ ജാഗ്രത പാലിക്കും. ആരാണ് സ്ഥാനത്തിൽ ഉയർന്നത്, അല്ലെങ്കിൽ കഴിവാർക്കാണ്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഈഗോയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ കോലാഹലം ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. അത് ജാഗ്രത പാലിക്കുക. ഐശ്വര്യപൂർണവും സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികളായിട്ടുള്ളവർക്ക് ഭാഗ്യവും ദൈവാധീനവുമുള്ള മാസമാണ്. അവരവർ അത് കലുഷിതമാക്കി കളയാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. കുടുംബത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും, അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരത്തക്ക രീതിയിൽ പുതിയ പുതിയ കോഴ്സുകൾക്ക് ചേരുന്നതിനും, വിജയങ്ങൾ ഉണ്ടാകുന്നതിനും, ടെസ്റ്റുകൾ എഴുതി പാസ്സാകുന്നതിനും, അങ്ങനെ പല രീതിയിൽ നോക്കുമ്പോൾ വിജയങ്ങളുടെ ഒരു നല്ല ഒരു ഭാഗ്യമുള്ള ഒരു മാസമാണ്. അധ്യാപകർക്കായാലും മറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കായാലും ഒക്കെ പുരോഗതിയുടെ കാലമാണ്. ബിസിനസ്സുകാർക്കും പൊതുവെ മെച്ചപ്പെട്ട മാസമാണ്. ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ഊഹാപോഹ കച്ചവടങ്ങൾ ചെയ്യുന്ന, ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ പുരോഗതി വന്നു ചേരും. വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും പുരോഗതി സൂചകമാണ്. കലാകാരന്മാർക്ക് പൊതുവെ ചില ക്ലേശങ്ങളും തടസ്സങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അവർക്കും നല്ല അഭിവൃദ്ധികരമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായില്ല. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ദേഷ്യമൊക്കെ നിയന്ത്രിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.